നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്നേഹം എന്നത് പ്രണയമല്ല, ഒരു നല്ല സൗഹൃദമാണ്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തൂബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ. 25,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസുകൾക്ക് അട്രാക്റ്റീവ് ഗിഫ്റ്റുകളും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഓരോ സ്വർണ്ണ നാണയവും. കൂടാതെ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും നേടാം. അതും ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ മാത്രം. ഒരിക്കലും നിലയ്ക്കാത്ത തൂബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ. വാർത്തകൾ വിശദമായി. മോട്ടോർ വാഹന വകുപ്പിന്റെ ഇ-ചലാൻ അദാലത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ തീർപ്പാക്കിയത് തിരൂരങ്ങാടി സബ് RTO ഓഫീസിൽ സംഘടിപ്പിച്ച അദാലത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ തീർപ്പാക്കിയത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച അദാലത്ത് തിരക്ക് കാരണം വൈകുന്നേരം 7:30-ക്കാണ് സമാപിച്ചത്. അദാലത്തിൽ 543 വാഹന ഉടമകളുടെ 609 ഇ-ചലാൻ കേസുകളാണ് തീർപ്പാക്കിയത്. ഇതിൽ 6,21,750 രൂപയാണ് പിഴ ഇനത്തിൽ ലഭിച്ചത്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ചലാനുകളും AI ക്യാമറ ഫൈനുകളും ഓൺലൈനായി അടയ്ക്കുവാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. രാവിലെ മുതൽ തന്നെ പിഴ അടയ്ക്കുന്നതിനായി വാഹന ഉടമകളുടെ ഒഴുക്കായിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിനും പിഴ അടയ്ക്കുന്നതിനുമായി വിപുലമായ സൗകര്യം തന്നെ തിരൂരങ്ങാടി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ D. വേണുകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. പിഴ അടയ്ക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ 8 പോലീസിന്റെ 2 കൗണ്ടറുമാണ് ഒരേ സമയം പ്രവർത്തിച്ചത്. ഒരു ടോക്കൺ കൗണ്ടറും ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിരുന്നു. 543 വാഹന ഉടമകളുടെ 609 ഇ-ചലാൻ കേസുകൾ തീർപ്പാക്കിയതായും വാഹന ഉടമകളുടെ പ്രയാസം കണക്കിലെടുത്ത് ചലാനുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഏപ്രിൽ മാസത്തിലും അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് ജോയിന്റ് RTO D. വേണുകുമാർ പറഞ്ഞു. 609 ഇ-ചലാനാണ് ഇന്നലെ ക്ലോസ് ആയിട്ടുള്ളത്. 609 ഇ-ചലാൻ 6,21,750 രൂപ നമ്മൾ ഇന്നലെ കളക്ട് ചെയ്തു. രാവിലെ 10 മണിക്ക് തുടങ്ങിയത് അവസാനിച്ചപ്പോഴേക്കും 7:30 ആ ക്യൂവിൽ നിന്ന് അവസാനത്തെ ആളിനെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അതിലും ഈ ചില അദാലത്ത് വിജയപ്രദമായി തീർന്നു. അതിൽ മീഡിയയുടെ എല്ലാം സപ്പോർട്ടുണ്ട്. നല്ല രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് മാക്സിമം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നതും അത്തരത്തിൽ പൊതുജനങ്ങൾക്കൊരു പ്രയോജനകരമായി ഈ അദാലത്ത് മാറിയത്. അടുത്ത അദാലത്തിന് എന്നാ സംഘടിപ്പിക്കുന്നത്? ഈ ജനങ്ങളുടെ ഈ റെസ്പോൺസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അദാലത്തും കൂടെ ഏപ്രിൽ സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. 2021 മുതൽ പിഴ അടയ്ക്കാൻ സാധിക്കാത്തതും പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്യപ്പെടാത്തതുമായ എല്ലാ ചലാനുകളും തീർപ്പാക്കുവാൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ഇ-ചലാൻ അടയ്ക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്കും പ്രവാസികളായത് മൂലം ഇ-ചലാൻ മെസ്സേജ് വരാൻ സാധിക്കാതെ പോയവർക്കും ഇ-ചലാൻ അടയ്ക്കാൻ പറ്റാതെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുവാനും അദാലത്തിലൂടെ കഴിഞ്ഞത് വാഹന ഉടമകൾക്ക് ആശ്വാസകരമായി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.